ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ഗ്രൂപ്പ് തിയറിയായിട്ട് ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഗ്രൂപ്പ് തിയറിയിൽ ഇതുവരെ പഠിച്ച ആ ഒരു ടോപ്പിക്കുകളോട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 12-13 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കവർ ചെയ്ത ടോപ്പിക്കുകളോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. പറ്റില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ തുടർന്ന് കണ്ട് അതിൻ്റെ ആൻസർ മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞേക്കുന്നത്, ലെറ്റ് G be a non-abelian group of order 125, then the total number of elements in center of G. Okay, center of G എന്ന് വെച്ചാൽ G is a non-abelian group of എത്ര ഓർഡർ 125 ആണ് ജിയുടെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ ജിയുടെ സെന്റർ ഓഫ് ജിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്ന് എന്ത് ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ റിസൾട്ട് ഞാനങ്ങ് പറയാം. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് സം p റൈസ് ടു n ഒരു പ്രൈമിന്റെ പവർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മളൊരു റിസൾട്ട് പറഞ്ഞായിരുന്നു. ഓർഡർ ഓഫ് ഇസഡ് ഓഫ് ജി എന്ന് പറയും. ഓർഡർ ഓഫ് ഇസഡ് ഓഫ് ജി എന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും എന്തിനേക്കാളും വലുതായിരിക്കും, 1-നേക്കാളും വലുതായിരിക്കും. ദാറ്റ് ഈസ് ഇസഡ് ഓഫ് ജി ഇറ്റ് ഹാസ് എ നോൺ ട്രിവിയൽ സെന്റർ. കൂടാതെ നമുക്ക് എങ്ങനെ പറയാം, ഇസഡ് ഓഫ് ജിയുടെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പി ആയിരിക്കും, അല്ലെങ്കിൽ എന്തുമായിരിക്കും, p റൈസ് ടു n ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർത്ത് വെച്ചേക്കാൻ റിസൾട്ട് എന്തുവാ, ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈമിന്റെ പവർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, പ്രൈം നമ്പറിന്റെ പവർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നോൺ ട്രിവിയൽ സെന്റർ ആയിരിക്കും അതിനുള്ളത്. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ജിയുടെ ഓർഡർ ഒന്നുകിൽ പി ആയിരിക്കും, അല്ലെങ്കിൽ p റൈസ് ടു n ആയിരിക്കും. p റൈസ് ടു n ആവുന്ന എപ്പോഴാണ്, ജി അബേലിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ജിയിൽ എത്ര എലമെന്റ്സ് തന്നെ കാണും, പിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് തന്നെ എവിടെ കാണും, സെന്റർ ഓഫ് ജിക്കകത്ത് കാണും. അപ്പോൾ അതിന്റെ ഓർഡർ എന്ത് തന്നെ ആയിരിക്കും, p റൈസ് ടു n ആയിരിക്കും. ഇനി നണ്ണബേലിനാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഓർഡർ എത്ര ആയിരിക്കും, ആ പ്രൈം എത്രയാണോ ആ പ്രൈമിന്റെ നമ്പർ ആയിരിക്കും അതിന്റെ എന്താന്ന് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 125 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 5 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാ, ഒരു പി ഗ്രൂപ്പാ, ഒരു പ്രൈം നമ്പറിന്റെ പവർ ആയിട്ടല്ലേ വരുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, ജി ഈസ് നൺ അബേലിയൻ. ജി എന്താന്ന് പറയുന്നുണ്ട്, നൺ അബേലിനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജി നൺ അബേലിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തുമായിരിക്കും, പി ആയിരിക്കും. therefore ഓർഡർ ഓഫ് ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും, പി ആയിരിക്കും. ഓക്കെ, പിയുടെ ഓർഡർ എത്ര ആയിരിക്കും, ജി തന്നിരിക്കുന്ന ഗ്രൂപ്പിന്റെ സെന്റർ ഓഫ് ജിയുടെ ഓർഡർ എത്ര ആയിരിക്കും, പി ആയിരിക്കും. പിയുടെ വാല്യൂ എത്ര ഇവിടെ 5. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്, ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ് G equal to cyclic subgroup generated by A of order 60. ഓർഡർ 60 ഉള്ള ഒരു ഗ്രൂപ്പാണ് ആരെന്ന് പറയുന്നത്, ജി എന്ന് പറയുന്നത്. കൂടാതെ എന്തുവാ, അത് സൈക്ലിക്കാ. ഈ സിമ്പിൾ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, ജി ഇസ് ദി സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഓഫ് ഓർഡർ 60. ദെൻ ഹൗ മെനി ജനറേറ്റേഴ്സ് ഡസ് ഇറ്റ് ഹാവ്. ജിക്ക് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടെന്നാണ് എന്ത് ചെയ്തേക്കുന്നത് ചോദിക്കുന്നത്. ജി എന്ന് പറയുന്ന ഗ്രൂപ്പിന് എത്ര ജനറേറ്റേഴ്സ് കാണും, അത് നമ്മൾ റിസൾട്ടായിട്ട് പറഞ്ഞായിരുന്നു. എൻ്റെ കൺസെപ്റ്റ് എന്തുവായിരുന്നു, ഇപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് അതിൻ്റെ ജനറേറ്റ് ബൈ സൈക്ലിക് സബ് ഗ്രൂപ്പ് എ, കൂടാതെ അതിനെ സം എ റൈസ് ടു കെ വെച്ചും ജനറേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ, എ റൈസ് ടു കെ വെച്ചും ജനറേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തോ കണ്ടീഷൻ, കെ കോമ എൻ ഈക്വൽ എന്ത് വരണം, 1 വരണം. കെയും എന്നും എന്തായിരിക്കണം, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ എന്തുവാ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ തന്നിട്ടുണ്ട്, എയുടെ ഓർഡർ എത്ര എന്ന് പറയുന്നുണ്ട്, 60 ആണെന്ന് പറയുന്നുണ്ട്. therefore എന്നിന്റെ വാല്യൂ എത്ര, എന്നിന്റെ വാല്യൂ 60. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇനി എത്ര ജനറേറ്റേഴ്സ് ഉണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ റൈസ് ടു കെ ഫോമിൽ എഴുതാൻ പറ്റിയേ വേണം, കെയും എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമും ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ കെയും 60 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര കെകൾ ഉണ്ടെന്ന് നോക്കിയാൽ പോലെ. എത്ര കെകളാ, കെയും 60 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 5 of 60 ആണല്ലോ അതിന്റെ ആൻസർ. 5 of 60. നമ്മുടെ 60യെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്, 60യെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2, 30, 2, 50, 3, 5, 5, 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 60യെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 square into 3 into 5 അല്ലേ. അപ്പോൾ 60 into 1 minus 1/2 into 1 minus 1/3 into 1 minus 1/5. ഓക്കെ, അപ്പോൾ 60 into 1/2 into 2/3 into 4/5. ഓക്കെ,
15 30 2 4 4 16 കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് തന്നിരിക്കുന്ന ഗ്രൂപ്പിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? തന്നിരിക്കുന്ന ഗ്രൂപ്പിന് എത്ര ജനറേറ്റേഴ്സ് കാണും? 16 ജനറേറ്റേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ 16 എലമെന്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. Okay, second question, number of elements of order 40 in a cyclic group of order 200. അപ്പോൾ 200 ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പിന് 40 ഓർഡർ ഉള്ള എത്ര എന്ത് കാണുമെന്നാണ് ചോദിച്ചേക്കുന്നത്? എലമെന്റ്സ് എത്ര ഓർഡർ എത്ര എലമെന്റ്സ് കാണുമെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് G എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തുവാ? ഓർഡർ 200 ആണ്, കൂടാതെ സൈക്ലിക് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന റിസൾട്ട് ഇത്രയേ ഉള്ളൂ. if D divides order of G where G is a cyclic group of order n, then G has 5 of D elements of order D. ഓക്കെ, അപ്പോൾ ഡി ഓർഡർ ഉള്ള ഈ രണ്ട് കണ്ടീഷൻ എന്തുവാ? ജി സൈക്ലിക്കും ആയിരിക്കണം, ജി സൈക്ലിക് ഗ്രൂപ്പും ആയിരിക്കണം, ഡി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജിയുടെ എന്തും ആയിരിക്കണം? ഡിവൈസറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജിക്ക് ഡി ഓർഡർ ഉള്ള എത്ര എലമെന്റ്സ് കാണും? 5 of D എലമെന്റ്സ് കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് ജിയുടെ ഓർഡർ വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 200 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 40 അല്ലേ? അപ്പോൾ 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ 200നെ ഡിവൈഡ് ചെയ്യുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവൂ? അവിടെ 5 of 40 കണ്ടുപിടിക്കാവൂ. അല്ലാതെ ഡിവൈഡ് ചെയ്യാത്തൊരു നമ്പറാണ് തരുന്നത്. ഇപ്പോൾ 60 എന്ന് പറയുന്ന നമ്പറാണ് തരുന്നത് എങ്കിൽ 60 ഓർഡറുള്ള എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്തുവാ? 0 കാര്യം 60 ആരെ ഡിവൈഡ് ചെയ്യത്തില്ല? 200നെ ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ തരുന്ന നമ്പർ നമ്മുടെ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. അപ്പോൾ 40 എന്തിനെ ഡിവൈഡ് ചെയ്യും? 200നെ ഡിവൈഡ് ചെയ്യും. കാര്യം 0 ക്യാൻസൽ ചെയ്യാം, ആൻസർ എത്ര വരും? 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ 40 ഓർഡറുള്ള എത്ര എലമെന്റ്സ് ആയിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? 5 of 40 അല്ലേ? 5 of 40 എലമെന്റ്സ് അല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്? 5 of 40 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 40 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2h ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 20, again 2h ക്യാൻസൽ 10, 2h 5. അപ്പോൾ എത്ര കിട്ടും? 40 into 1 minus 1/2 into 1 minus 1/5 അല്ലേ? അപ്പോൾ 40 into 1/2 into 4/5 എന്ന് വരും. അപ്പോൾ 10 4 16. ഓക്കെ, 4 into 4 16. അപ്പോൾ എത്ര എലമെന്റുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? 40 ഓർഡർ ഉള്ള എത്ര എലമെന്റ്സ് ആയിരിക്കും ആ ഗ്രൂപ്പിനകത്ത് വരുന്നത്? 16 എലമെന്റ്സ് ആയിരിക്കും ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, third question, if Z of G denote the center of a group G, then the order of the quotient group Z of G cannot be. അപ്പോൾ G by Z of G എന്ന് പറയുന്നത്, G by Z of G എന്ന് പറയുന്ന quotient ഗ്രൂപ്പിന് ഓർഡർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ലാത്ത നമ്പർ ഇതിനകത്ത് ഏതെന്നാണ് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത് 4 ആണോ, 6 ആണോ, 15 ആണോ, 25 ആണോ? അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ G by Z of G, അതായത് ആ കോഷ്യൻ ഗ്രൂപ്പിന്റെ ഓർഡർ ആയിട്ട് വരാൻ സാധ്യത ഇല്ലാത്ത നമ്പർ ഏതെന്നാണ് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ കേസ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. G by Z of G സൈക്ലിക് ആണെങ്കിൽ ഓക്കെ ഇംപ്ലൈസ് G is abelian. ഓക്കെ, ഇത് നമ്മൾ സെന്റർ ഓഫ് ജി പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ റിസൾട്ട് പറഞ്ഞതാ. എന്തുവാ? G by Z of G സൈക്ലിക് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ G എന്തുമായിരിക്കും? ഒരു അബേലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? അതിൻ്റെ ഓർഡറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പറയുന്നില്ല. ഇതിനകത്ത് വരാൻ ചാൻസ് ഇല്ലാത്ത നമ്പർ എന്തെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഓക്കെ, 15 എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. G by Z of Gയുടെ ഓർഡർ 15 ആണ്. 15 എനിക്ക് എങ്ങനെ എഴുതാം? 3 into 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് പഠിച്ച സമയത്ത് ഒരു റിസൾട്ട് പഠിച്ചായിരുന്നു. ഒരു ഗ്രൂപ്പിന്റെ ഓർഡറിനെ P into Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റണം. കൂടാതെ P less than Q ആകണം. കൂടാതെ P does not divides Q minus 1 ആണ് എങ്കിൽ, ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ G must be G is cyclic. പഠിച്ച ഓർമ്മയുണ്ടോ? ഓർഡർ ഓഫ് ജി, നമ്മളെ ജിയുടെ ഓർഡറിനെ സം പി ഇൻറ്റു ക്യൂ, പിയും ക്യൂവും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പർ. അപ്പോൾ പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റണം. പി ക്യൂവിനേക്കാളും ചെറുതായിരിക്കണം. കൂടാതെ പി ആരെ ഡിവൈഡ് ചെയ്യരുത്?
Q-1 ഡിവൈഡ് ചെയ്യരുത്. അങ്ങനാണെങ്കിൽ ജി എന്തുമായിരിക്കും? ജി മസ്റ്റ് ബി സൈക്ലിക്. ജി എന്തുമായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ പി എന്ന് പറഞ്ഞാൽ 3 ആണ്, ക്യൂ എന്ന് വെച്ചാൽ എത്ര? 5 ആ അല്ലേ? ക്യൂ എന്ന് വെച്ചാൽ 5 ആ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ആണ്, പി ലെസ് ദാൻ ക്യൂ ആണ്. കൂടാതെ 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 - 1 എത്ര? 4. അപ്പോൾ Q-1 എന്ത് ചെയ്യുന്നില്ല? 3 ഡിവൈഡ് ചെയ്യുന്നില്ല, പി ഡിവൈഡ് ചെയ്യുന്നില്ല. Therefore ഈ G/Z of G എന്തുമായിരിക്കും? G/Z of G എന്തുമായിരിക്കും? ഈസ് സൈക്ലിക്. ഓക്കെ, G/Z of G സൈക്ലിക് ആണെങ്കിൽ G ഈസ് അബേലിയൻ. ഓക്കെ, G ഈസ് അബേലിയൻ ആണല്ലോ. G അബേലിയൻ ആണെന്നുണ്ടെങ്കിൽ ജിയും ഇസഡ് ഓഫ് ജി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ജി അബേലിനാണെന്നുണ്ടെങ്കിൽ ജിയും ഇസഡ് ഓഫ് ജി എന്തായിരിക്കും? ഈ അബേലിന്. അപ്പോൾ നമ്മൾ ആ സെന്റർ ഓഫ് ദി ഗ്രൂപ്പ് പഠിച്ച സമയത്ത് റിസൾട്ട് ആയിട്ട് പറഞ്ഞതാണ്, ഒരു ഗ്രൂപ്പ് അബേലിനാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പും അതിന്റെ സെന്റർ ഓഫ് ജി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ കേസിൽ G/Z of Gയുടെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓർഡർ ഓഫ് G ബൈ ഓർഡർ ഓഫ് ഇസഡ് ഓഫ് ജി അല്ലെ? ഓർഡർ ഓഫ് G ബൈ ഓർഡർ ഓഫ് ഇസഡ് ഓഫ് ജി എത്ര കിട്ടും? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട്, ജിയും ഇസഡ് ഓഫ് ജിയും സെയിം ആയതുകൊണ്ട് ഓർഡർ ഓഫ് G ബൈ ഓർഡർ ഓഫ് ഇസഡ് ഓഫ് ജി എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത് അതിന്റെ ഓർഡർ എത്ര എന്നാ? 15 എന്നല്ലേ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടി ആ കണ്ടീഷൻ വെച്ച് തന്നെ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടി ജി എന്തുവാന്ന് കിട്ടി? സോറി, G/Z of Gയുടെ ഓർഡർ എത്രയാന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടെ ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റുമോ? G/Z of Gയുടെ ഓർഡർ 15 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺക്ലൂഷനായിട്ട് എന്ത് കിട്ടി? G/Z of Gയുടെ ഓർഡർ 1 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വരാൻ പറ്റത്തില്ല? 15 എന്തായിട്ട് വരാൻ പറ്റത്തില്ല? ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ G/Z of Gയുടെ ഓർഡർ ആയിട്ട് വരാനായിട്ട് പറ്റില്ല. ബാക്കി പോസിബിലിറ്റി ഒന്നും കുഴപ്പമില്ല. 4 വരാം, 6 വരാം, 25 വരാം. ആ കേസുകളെല്ലാം നമുക്ക് കുഴപ്പമില്ല. ഈ 15 എന്ന് പറയുന്ന കേസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് നമ്മൾ പറഞ്ഞ റിസൾട്ട് ബേസ് ചെയ്താണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം, G/Z of G സൈക്ലിക് ആണെങ്കിൽ ജി അബേലിനാന്നുള്ള ആരും ഓർക്കണം. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട് എന്തുവായിരുന്നു? റിസൾട്ട് പിയും ക്യൂവും ഡിവൈഡ് ചെയ്യുന്ന ഈ തന്നിരിക്കുന്ന റിസൾട്ട്, ഈ രണ്ട് റിസൾട്ടാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്? അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. 4th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് സിമ്പിൾ? ഈ തന്നിരിക്കുന്നതിനകത്ത് സിമ്പിൾ ഗ്രൂപ്പ് ആരാന്ന് എന്ത് ചെയ്തേക്കുന്നത് ചോദിച്ചത്. സിമ്പിൾ ഗ്രൂപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തോ സിമ്പിൾ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് നോൺ ട്രിവിയൽ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പുകൾ ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് നമ്മളൊരു നോർമൽ സബ് ഗ്രൂപ്പ്, എൻ എന്ന് പറയുന്ന ഒരു നോർമൽ സബ്, നോൺ ട്രിവിയൽ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പുകളൊന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമ്പിൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ എന്തോ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് സിമ്പിൾ? നോൺ ട്രിവിയൽ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ലാത്ത ഗ്രൂപ്പുകൾ ഇതിനകത്ത് ഏതെന്ന് വേണം എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാ സ്ട്രക്ചറും നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. S3 എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഓൺ 3 എലമെന്റ്സ്. GL of 2R എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ 2/2 ഇൻവെർട്ടിബിൾ മെട്രിസസ് ഓവർ ദി ഫീൽഡ് R. Z2 ക്രോസ് Z2 എന്ന് പറയുമ്പോൾ ഇസഡിനെ നമ്മൾ രണ്ടുപേരും ക്രോസ് എടുക്കുന്ന ഇത്. A5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുവാ? A5 എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മൾ ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഓൺ 5 എലമെന്റ്സ്, S5ന്റെ സബ് ഗ്രൂപ്പായിട്ട് ഡിഫൈൻ ചെയ്യുന്ന A5. അപ്പോൾ ഈ 4 ഓപ്ഷനുകളിൽ സിമ്പിൾ അല്ലാത്ത ഏതെന്ന് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം. ഇത് ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ H എന്ന് പറഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, H എന്ന് പറഞ്ഞാൽ ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഓഫ് ജി ഇൻ എച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻഡെക്സ് ഓഫ് ജി ഇൻ എച്ച് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് എന്ന് കിട്ടും. ആ ഇൻഡെക്സ് 2 ആണെന്നുണ്ടെങ്കിൽ, ഒരു സബ് ഗ്രൂപ്പിന് ഒരു ഗ്രൂപ്പിനകത്തുള്ള ഇൻഡെക്സിന്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ ആ എച്ച് എന്തുമായിരിക്കും? എച്ച് ഈസ് നോർമൽ ഇൻ എന്തുമായിരിക്കും? ജി ആയിരിക്കും. എച്ച് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. ആ എച്ചിന്റെ ഇൻഡെക്സ് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ എച്ച് ഈസ് നോർമൽ ഇൻ എന്തുമായിരിക്കും? ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിയേ, S3 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ A3 ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, S3യും A3യും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് SNന്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ആയിരിക്കും. ANന്റെ ഓർഡർ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ഓഫ് A3 S3 എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് കിട്ടും? ഓർഡർ ഓഫ് S3 ബൈ ഓർഡർ ഓഫ് A3 എന്ന് കിട്ടും. Therefore S3യുടെ ഓർഡർ 3 ഫാക്ടോറിയൽ,
A3 ഫാക്ടർ 3 ഫാക്ടോറിയൽ ബൈ 2. ഓക്കെ, ബൈ 2 അങ്ങ് അപ്പുറത്തും 3 ഫാക്ടറും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ A3ക്ക് S3യിലുള്ള ഇൻഡെക്സ് എന്തുവാ? 2 ആ. Therefore നമുക്ക് എന്ത് പറയാം? A3 is a normal subgroup of S3. ഓക്കെ, കൂടാതെ A3 ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് തന്നെ S3 എന്തുമായിരിക്കും? S3 ഈസ് നോട്ട് സിമ്പിൾ. S3ക്ക് എന്തുണ്ട്? നോൺ ട്രിവിയൽ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് S3 എന്താവത്തില്ല? സിമ്പിൾ ആവത്തില്ല. ഓക്കെ, അപ്പോൾ S3 നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. അടുത്ത അതേ കണക്ക് GL2 കേസ് എടുക്കുമ്പോൾ GL2 കേസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് SL2 കൺസിഡർ ചെയ്താൽ പോരെ, SL2 കൺസിഡർ ചെയ്താൽ പോരെ. ഓക്കെ, അതെന്തുമായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് SL2 എന്ന് പറയുന്നത് എന്തിന്റെ നോർമൽ സബ് ഗ്രൂപ്പാ? GL2 ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പാ. ഓക്കെ, അപ്പോൾ ആ കേസിലും നമുക്ക് എന്തുണ്ട്? SL2 എന്തുണ്ട്? ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതും എന്താവത്തില്ല? സിമ്പിൾ ആവത്തില്ല. സിമ്പിൾ ആവത്തില്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കേസ് എന്തോ പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ കേസ് Z2 ക്രോസ് Z2 അല്ലേ പറഞ്ഞേക്കുന്നത്? Z2 ക്രോസ് Z2 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട റിസൾട്ട് എന്തുവാ? H എന്ന് പറയുന്നത് G അബേലിയൻ. ഓക്കെ, G അബേലിയൻ ആണല്ലോ. ദെൻ എവരി സബ് ഗ്രൂപ്പ് H in G ഈസ് നോർമൽ അല്ലേ? G എന്ന് പറയുന്ന ഒരു അബേലിയൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അപ്പോൾ Z2 ക്രോസ് Z2 എന്ന് വെച്ചാൽ നമുക്ക് എന്തോ അബേലിയൻ ഗ്രൂപ്പാ. ഓക്കെ, Z2 ക്രോസ് Z2 എന്ന് വെച്ചാൽ അബേലിയൻ ഗ്രൂപ്പാ. അപ്പോൾ അതിന്റെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും എന്തായിരിക്കും? അതൊരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അതിനും എന്തുണ്ട്? ഒരു നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതും എന്താവത്തില്ല? സിമ്പിൾ ആവത്തില്ല. പിന്നെ അതിനകത്ത് കേസ് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ D മാത്രമേ, A5 മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ എന്തായിട്ടുള്ള നോൺ ട്രിവിയൽ നമുക്ക് ആദ്യത്തെ 3 ഓപ്ഷൻ നമുക്ക് കോൺട്രഡിക്ട് ചെയ്ത് കളയാം. അപ്പോൾ അവസാനത്തെ ഓപ്ഷൻ മാത്രമായിരിക്കും നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ബാക്കി 3 ഓപ്ഷനും തെറ്റാം. പിന്നെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? A5 ആയിരിക്കും കറക്റ്റ് ആൻസർ. A5ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല? നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. Therefore A5 എന്തുമായിരിക്കും? A5 ആൾവേസ് എന്തുമായിരിക്കും? സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ആ റിസൾട്ട് അങ്ങ് ഓർത്ത് വെക്കുക, A5 ഈസ് സിമ്പിൾ. ഇപ്പോൾ ഇനി A5 ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അപ്പോഴേ നിങ്ങൾ ഇത്രയും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. A5 എന്തുമായിരിക്കും? ഒരു സിമ്പിൾ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Let G be a group of order 231, then number of elements of order 11 in G. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി നമ്മളെ സൈലോ തിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. സൈലോ തിയറം പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? G be a group of order 231, 231 ഓർഡർ ഒരു ഗ്രൂപ്പാണ് ആരെന്ന് പറയുന്നത്? G എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ 11 ഓർഡറുള്ള എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 231 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് 231 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 231 ബൈ 11 എടുക്കുമ്പോൾ 221. ഓക്കെ, 3 7. ഓക്കെ, അപ്പോൾ 231 എങ്ങനെ എഴുതാം? 3 × 7 × 11 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമ്മൾ ഇനി റിസൾട്ടായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം 11 ഓർഡറുള്ള എന്തിൻ്റെ എണ്ണം? ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 11 ഓർഡറുള്ള 11 ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 11 ഈക്വൽ ടു 1 പ്ലസ് ബാക്കി 2 നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 11 ഓർഡറിലെ കണ്ടുപിടിക്കേണ്ട, 11 ഓർഡറിലെ കണ്ടുപിടിക്കാൻ ബാക്കി 2 കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും? 21K. ഓക്കെ, 21K. കൂടാതെ ഏത് കണ്ടീഷനും കൂടെ എഴുതണം? കൂടാതെ സോറി 1 പ്ലസ് 11K 1 പ്ലസ് 11K ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 11 ഉള്ള സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് 11K ആയിരിക്കും. കൂടാതെ ഈ 1 പ്ലസ് 11K ആരെ ഡിവൈഡ് ചെയ്യാൻ വേണം? നമ്മുടെ ഈ 3 × 7 21 ഡിവൈഡ് ചെയ്യാൻ വേണം. ഇതാണ് അവിടെ ഓർത്ത് വെച്ചേക്കേണ്ട കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ 11 ഓർഡറുള്ള സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, Kക്ക് 0 കൊടുക്കുമ്പോൾ 1 ആരെ ഡിവൈഡ് ചെയ്യും? 21 ഡിവൈഡ് ചെയ്യും. Kക്ക് 2 കൊടുക്കുമ്പോൾ
22 + 1 23, അത് 21 എന്തുവാ വലുതാ. അപ്പൊ ഇനി 3 കൊടുത്താലും 4 കൊടുത്താലും എല്ലാം അത് വലുതായി പോകത്തേ ഉള്ളൂ. അപ്പം K0 ആകുന്ന കേസിൽ മാത്രമേ ഈ റിസൾട്ട് എന്താവുന്നുള്ളൂ, ട്രൂ ആകുന്നുള്ളൂ. therefore നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 + 11 × 0 ആയിരിക്കും. അതായത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർഡർ 11 ഉള്ള ഒരൊറ്റ എന്ത് മാത്രമേ കാണത്തുള്ളൂ? സബ് ഗ്രൂപ്പ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എത്ര ഓർഡർ 11 ഉള്ള ഒരൊറ്റ സബ് ഗ്രൂപ്പ് മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി 11 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ ആ സബ് ഗ്രൂപ്പ് എന്തുമായിരിക്കും? ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ആണല്ലോ, കാര്യം പ്രൈം ഓർഡറുള്ള ഗ്രൂപ്പുകളെല്ലാം നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ട്? സൈക്ലിക്കാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? Z11 എന്തുമായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 11 അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ZP-ക്കകത്ത് P ഓർഡറുള്ള എത്ര എലമെന്റ്സ് കാണും? P-1 എലമെന്റ്സ് കാണും. ഓക്കെ, അപ്പോൾ P ഒരു പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പർ മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യത്തുള്ളൂ അല്ലേ? 1 ആ നമ്പർ മാത്രമേ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ P ഓർഡറുള്ള എത്ര എലമെന്റ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും? P-1 എലമെന്റ്സ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Z11 എന്നല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. Z11-നകത്ത് 11 ഓർഡറുള്ള എത്ര എലമെന്റ്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്? 11 - 1 10 എലമെന്റ്സ് ആയിരിക്കും അവിടെ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്? 11 ഓർഡറുള്ള എലമെന്റുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും എന്ത് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? Question number 6. Number of subgroup of a cyclic group of order 2024. 2024 ഓർഡർ ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഓക്കെ, സബ് ഗ്രൂപ്പുകളുടെ എണ്ണം. അപ്പോൾ എങ്ങനെ അത് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി എ ഡിവൈഡ് ചെയ്യും. ഓർഡർ ഓഫ് ജി എ ഞാൻ എന്തെന്ന് വിളിക്കുക? സ്മാൾ n എന്ന് വിളിക്കുക. ഓക്കെ, വേർ ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. ജി എന്ന് വെച്ചാൽ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ടോ ഓഫ് n ആയിരിക്കും അല്ലേ? നമുക്ക് n-ന് എത്ര പോസിറ്റീവ് ഡിവൈസേഴ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്താൽ മതി? കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ 2024 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 12 ഓക്കെ 5 not 6 2 5 3 11 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 3 23 അല്ലേ? 23. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? 2⁻³ × 11 × 23 എന്ന് എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് അല്ലെ അതിലേ കണ്ടുപിടി. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടോ ഓഫ് 2024 എന്നുള്ള എത്ര കിട്ടും? 3 + 1 × 1 + 1 × 1 + 1 അല്ലേ? അപ്പോൾ 4 × 2 × 2 അതും എത്ര തന്നെ? 16. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 2024 ഓർഡർ ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പിന് എത്ര സബ് ഗ്രൂപ്പ് കാണും? 16 സബ് ഗ്രൂപ്പ് കാണും. ഓക്കെ, 16 സബ് ഗ്രൂപ്പുകളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2024 ഈസ് 16. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലാസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്? ഈ തന്നിരിക്കുന്നതിനകത്ത് സൈക്ലിക് ഗ്രൂപ്പ് അല്ലാത്തത് ഏത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാ? ആൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 ഉള്ള എല്ലാ ഗ്രൂപ്പുകളും, ആൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 33 ഓർഡർ ഉള്ള ഗ്രൂപ്പുകളുടെ കളക്ഷൻ, ആൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 15 ഓർഡർ ഉള്ള ഗ്രൂപ്പുകളുടെ കളക്ഷൻ, ആൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 77 ഓർഡർ ഉള്ള ഗ്രൂപ്പുകളുടെ കളക്ഷൻ. ഇതിനകത്ത് സൈക്ലിക് അല്ലാത്ത ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് വേണം എന്ത് ചെയ്യാൻ? നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ സൈക്ലിക് അല്ലാത്ത ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വിച്ച് ആർ നോട്ട് എ ക്ലാസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. തന്നിരിക്കുന്ന നമ്പറുകളുടെ പ്രത്യേകം ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി നോക്കിയേ. 33 എന്ന് എങ്ങനെ എഴുതാം? 3 × 11 എന്ന് എഴുതാം. 3 × 11 എന്ന് എഴുതാം. അപ്പോൾ 3 × 11 എന്ന് എഴുതുന്ന കേസിൽ നമുക്ക് ഇത് P-യും ഇത് Q ആയിരിക്കും. നമുക്കറിയാം P ഡസ് നോട്ട് ഡിവൈഡ്സ് Q-1 ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തുമായിരിക്കും? ഒരു സൈക്ലിക് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് 3യുടെ വാല്യൂ ഡസ് നോട്ട് ഡിവൈഡ്സ് 11 - 1 എത്ര? 10 ആണ്. therefore ഈ 33 ഓർഡറുള്ള എല്ലാ ഗ്രൂപ്പുകളും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും അല്ലേ? അപ്പോൾ 33 ഓർഡറുള്ള എല്ലാ ഗ്രൂപ്പും ആൾവേസ് എന്താന്ന് കിട്ടി? സൈക്ലിക്കാന്ന് കിട്ടി. അപ്പോൾ അതിന് പറ്റിയ ഓപ്ഷനായിട്ട് അതെന്തായാലും പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തെ 15 ഓർഡറുള്ള എടുക്കുമ്പോൾ അതിന് നമുക്ക് 3 × 5 എന്ന് എഴുതാം. 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 - 1 എത്ര? 4. അപ്പോൾ അതും എന്ത് തന്നെ ആയിരിക്കും? സൈക്ലിക് തന്നെ ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ച റിസൾട്ട് അനുസരിച്ച് അതും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ഓക്കെ, തേർഡ് ആൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 77 എന്ന് പറയുമ്പോൾ 77 നമുക്ക് 7 × 11 എന്ന് എഴുതാം.
അപ്പോൾ 7 ഡസ് നോട്ട് ഡിവൈഡ്സ് 11 - 1 എത്ര 10 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലും അത് എന്ത് തന്നെ സൈക്ലിക് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന 3 കേസുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസുകളിലെല്ലാം നമുക്ക് എന്തുണ്ട്, നമുക്ക് നമ്മളെ റിസൾട്ട് അനുസരിച്ച് നമ്മളെ പ്രൈം നമ്പർ പിയും ക്യൂവും വരുന്ന ആ ഒരു റിസൾട്ട് അനുസരിച്ച് ആ ഗ്രൂപ്പുകളെല്ലാം എന്താന്ന് കിട്ടി, സൈക്ലിക് ആണെന്ന് കിട്ടി. ഓക്കെ, പിന്നെ അവിടെ അല്ലാത്ത കേസ് ഏത് മാത്രമേ ഉള്ളൂ, ആൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 ഒരിക്കലും എന്തായിരിക്കത്തില്ല, സൈക്ലിക് ആയിരിക്കത്തില്ല. കാര്യം എന്തുവാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലെയിൻ 4 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ Z2 ക്രോസ് Z2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 ഗ്രൂപ്പുകളും എന്തല്ല, ഈ 2 ഗ്രൂപ്പുകളും സൈക്ലിക് അല്ല. കാര്യം അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, അതിനകത്തുള്ള എല്ലാ എലമെന്റുകളെയും ജനറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ 4 ഓർഡറുള്ള ഗ്രൂപ്പുകളെല്ലാം എന്താകണം നിർബന്ധമില്ല, സൈക്ലിക് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ. മുമ്പാത്ത ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 10 നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാര്യം നമ്മൾ തിയറി അതിൻ്റെ പഠിച്ചിട്ടില്ല. 11 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ലെറ്റ് G be a finite group of order 84 on 84 elements. If H is a proper subgroup of G, then maximum number of elements possible in H. ഓക്കെ, G എന്ന് പറഞ്ഞാൽ 84 എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, H എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ Hനകത്ത് വരാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എന്തുവാ ചോദിച്ചേക്കുന്നത്, എലമെന്റ്സ് എത്രയാണ് എന്ത് ചെയ്തേക്കുന്നത് ചോദിച്ചത്. ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, H എന്ന് എന്തുവാ, ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. H എന്ന് പറയുന്നത് Gയുടെ എന്തുവാ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സബ് ഗ്രൂപ്പാണ് ആണല്ലോ. H is a പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് G എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, Hനകത്ത് വരാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ നമ്പർ എത്രയാണെന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ റിസൾട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു H എന്ന് പറയുന്നത് നമ്മളെ G എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് H ആൾവേസ് ആരെ ഡിവൈഡ് ചെയ്യും, ഓർഡർ ഓഫ് G യെ ഡിവൈഡ് ചെയ്യും. ഓർഡർ ഓഫ് H ആൾവേസ് ആരെ ഡിവൈഡ് ചെയ്യും, ഓർഡർ ഓഫ് G യെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് Gയുടെ ഓർഡർ 84 തന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് H ഉറപ്പായിട്ടും ആരെ ഡിവൈഡ് ചെയ്യണം, 84നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 84ന്റെ ഡിവൈസേഴ്സ് ആരൊക്കെയാ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, ദെൻ 12 ഉണ്ട്. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ 42 ഉണ്ട്, പിന്നെ ആരേ ഉള്ളൂ, 84 ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും 84 വരാൻ പറ്റത്തില്ല. കാരണം 84 വരാൻ പറ്റത്തില്ല എന്ന കാര്യം പ്രോപ്പർ ആയിരിക്കണം, സബ് ഗ്രൂപ്പ് എന്തുമായിരിക്കണം, പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 84 കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടെ മാക്സിമം പോസിബിലിറ്റി ആരാ, 42 അല്ലേ. അപ്പോൾ മാക്സിമം പോസിബിലിറ്റി അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാക്സിമം പിന്നീട് വരാൻ പോസിബിലിറ്റി ആരേ ഉള്ളൂ, 42 ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, 42 ആയിരിക്കും അതിൻ്റെ എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 8-9ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ടോപ്പിക്കലിൽ നിന്നായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി അടുത്ത തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതിനോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ സൈക്ലിക് ഗ്രൂപ്പും കോഷ്യൻ ഗ്രൂപ്പ്, നമ്മുടെ സിലബസിൽ പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് എന്തുവാണെന്നും കോഷ്യൻ ഗ്രൂപ്പ് എന്തുവാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ്, തിയറി പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് തന്നെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.